ഒട്ടേറെ ചോരക്കുഞ്ഞുങ്ങളുടെ നിലവിളി ശബ്ദം ഇപ്പോഴും മുഴങ്ങിക്കേൾക്കാം ഇവിടെ. ഞാനിപ്പോൾ നിൽക്കുന്ന കൊച്ചി നഗരത്തിൽ, അങ്ങ് തലസ്ഥാനത്ത്, മലപ്പുറം തിരൂരിൽ അങ്ങനെ കുഞ്ഞുങ്ങളുടെ ചോര വീണ മണ്ണാണിത്. സ്വന്തം മക്കളെ കൊലപ്പെടുത്തിയ അമ്മമാരോട് ഒന്നേ ചോദിക്കാനുള്ളൂ, ഇങ്ങനെ കൊന്നു തള്ളാനായിരുന്നുവെങ്കിൽ എന്തിനാണ് നിങ്ങൾ നൊന്തു പ്രസവിച്ചത്? നിങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി കുട്ടികളെ ബലി കൊടുക്കണമായിരുന്നു. കൊച്ചിയിൽ അമ്മയും കാമുകനും ചേർന്ന് 1 വയസ്സ് പ്രായമുള്ള കുഞ്ഞിനെ കൊലപ്പെടുത്തിയ കേസിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ച ദിവസമാണ് മലപ്പുറത്ത് 10 മാസം പ്രായമുള്ള മകനെ മാതാവും ആൺ സുഹൃത്തും ക്രൂരമായി ഇല്ലാതാക്കിയത്. ആ കേസുകളിലേക്കാണ് പോലീസ് പട്രോൾ ആദ്യം പോകുന്നത്. സ്വാഗതം. ജനിച്ച് 11 മാസം പ്രായത്തിനിടെ അവൻ അനുഭവിക്കാത്ത ക്രൂരതകളില്ല. വേദനയുടെയും കരച്ചിലിൻ്റെയും നാളുകൾ. അമ്മയുടെ കൺമുന്നിൽ വെച്ചാണ് കാമുകനും അയാളുടെ മാതാപിതാക്കളും പിഞ്ചുകുഞ്ഞിനെ ക്രൂരമായി മർദ്ദിച്ചത്. ഒടുവിൽ ആ കുരുന്ന് വേദനയില്ലാത്ത ലോകത്തേക്ക് യാത്രയാകുമ്പോൾ മനുഷ്യത്വമില്ലാതായ അവൻ്റെ അമ്മയും കൊലയാളികളും ഇനി വേദന അനുഭവിച്ച് തന്നെ ഇവിടെ കഴിയണം. സ്വന്തം കുഞ്ഞിനെ ബക്കറ്റിലെ വെള്ളത്തിൽ മുക്കുകയും തലചുമരിൽ ഇടിപ്പിക്കുകയും ചെയ്തത് കണ്ടുനിന്ന അവർ ഒരമ്മയാണോ? മലപ്പുറം തിരൂരിൽ കുഞ്ഞിനെ കൊലപ്പെടുത്തിയ കേസിൽ അമ്മയെയും കാമുകൻ്റെ അച്ഛനമ്മമാരെയും റിമാൻഡ് ചെയ്തു. പ്രതികൾക്കെതിരെ കൊലക്കുറ്റം ചുമത്തിയിട്ടുണ്ട്. മാസങ്ങൾ നീണ്ട കൊടും ക്രൂര പീഡനങ്ങൾക്കൊടുവിലാണ് 11 മാസം മാത്രം പ്രായമുള്ള ആൺകുഞ്ഞ് മരിച്ചതെന്ന് പോലീസ് പറയുന്നു. ഭർത്താവിനെ ഉപേക്ഷിച്ച് വീട്ടുകാരും അറിയാതെയാണ് ശ്രീപ്രിയ കൈക്കുഞ്ഞുമായി കാമുകൻ ജയസൂര്യയ്ക്കൊപ്പം കടലൂരിൽ നിന്നും ഒളിച്ചോടി തിരൂരിലെത്തിയത്. അപ്പോൾ മുതൽ ഈ പിഞ്ചു കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ജയസൂര്യയും ജയസൂര്യയുടെ അച്ഛൻ കുമാറും അമ്മ ഉഷയും ശ്രമങ്ങൾ നടത്തിയിരുന്നു. ഇതിനെല്ലാം ശ്രീപ്രിയ കൂട്ടുനിന്നു. കുഞ്ഞിന്റെ തല ചുമരിലിടിപ്പിക്കുകയും ബക്കറ്റിലെ വെള്ളത്തിൽ മുക്കുകയും വേദനിപ്പിക്കുകയുമെല്ലാം പതിവായിരുന്നു. മാസങ്ങൾ നീണ്ട അതിക്രൂര മർദ്ദനങ്ങൾക്കൊടുവിലാണ് കുഞ്ഞു മരിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. കുട്ടി മരിച്ചു എന്ന് ഉറപ്പായതോടെ മൃതദേഹം ബാഗിലാക്കി സേലത്ത് ഉപേക്ഷിക്കാൻ ജയസൂര്യയും മാതാപിതാക്കളും ശ്രീപ്രിയയോട് പറഞ്ഞു. എന്നാൽ ഭയം കാരണം ശ്രീപ്രിയ തൃശൂരിലെത്തിയപ്പോൾ മൃതദേഹം ഉപേക്ഷിക്കുകയായിരുന്നു. ഡിസംബർ 10-നും ജനുവരി 10-നും ഇടയിലാണ് ഇതെല്ലാം നടന്നതെന്നാണ് പോലീസിന്റെ നിഗമനം. കണ്ടെടുത്ത ശരീരാവശിഷ്ടങ്ങൾ തൃശൂർ മെഡിക്കൽ കോളേജിൽ പരിശോധനയ്ക്ക് വിധേയമാക്കി. കുറച്ച് എല്ലിൻ കഷ്ണങ്ങളും ശരീരഭാഗങ്ങളും മാത്രമാണ് ലഭിച്ചത് എന്നതുകൊണ്ട് പോസ്റ്റ്മോർട്ടത്തിൽ മരണകാരണം അറിയാനാകില്ല. ഇവ രാസപരിശോധനയ്ക്ക് അയക്കും. ശ്രീപ്രിയയുടെ സഹോദരി വിജയയുടെ ഭർത്താവ് ചിദംബരശൻ അവിചാരിതമായി ഇവരെ കണ്ടതാണ് കേസിൽ വഴിത്തിരിവായത്. ചിദംബരശനും വിജയയും ഒരുമിച്ചെത്തി ശ്രീപ്രിയയെ കണ്ട് കുഞ്ഞ് എവിടെയെന്ന് അന്വേഷിച്ചു. ആദ്യം കുട്ടിയെ ഹിന്ദിക്കാർ ട്രെയിനിൽ വെച്ച് തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞ ശ്രീപ്രിയ തുടർച്ചയായി ചോദ്യം ആവർത്തിച്ചതോടെ ജയസൂര്യയും അച്ഛനും അമ്മയും ചേർന്ന് തലക്കടിച്ചു കൊന്നുവെന്ന് പറയുകയായിരുന്നു. തിരൂർ CI MK രമേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. ന്യൂസ് 18 മലപ്പുറം. അമ്മയുടെ വഴിവിട്ട ബന്ധങ്ങളിൽ എത്രയോ കുരുന്നുകൾ നരകയാതന അനുഭവിക്കുന്നുണ്ട്. കൊച്ചി കറുകപ്പള്ളിയിലെ ഹോട്ടൽ മുറിയിൽ അമ്മയും കാമുകനും ചേർന്ന് 1 വയസ്സ് പ്രായമുള്ള ആൺകുഞ്ഞിനെ കൊലപ്പെടുത്തിയത് 3 മാസം മുൻപാണ്. ആ കേസിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. കേസ് അന്വേഷിച്ച എളമക്കര പോലീസാണ് 130 പേജുള്ള കുറ്റപത്രം സമർപ്പിച്ചത്. കുഞ്ഞിന്റെ അമ്മ എഴുപന്ന സ്വദേശിനി അശ്വതി, സുഹൃത്ത് കണ്ണൂർ സ്വദേശി ഷാനിഫ് എന്നിവരാണ് പ്രതികൾ. കുട്ടി നേരിട്ട കൊടിയ പീഡനം കുറ്റപത്രത്തിൽ അക്കമിട്ട് നിരത്തുന്നുണ്ട്. കഴിഞ്ഞ ഡിസംബർ 5-നായിരുന്നു കൊച്ചി നഗരത്തിൽ നടുക്കിയ സംഭവം ഉണ്ടായത്. അമ്മ അശ്വതിയുടെ സുഹൃത്തായ ഷാനിഫാണ് കൊല നടത്തിയതെന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. തലയൊട്ടിക്കേറ്റ ക്ഷതമാണ് കുഞ്ഞിന്റെ മരണകാരണം. മരിച്ചുവെന്ന് ഉറപ്പാക്കാൻ കുട്ടിയുടെ ശരീരത്തിൽ കടിച്ചതായും പ്രതി കുറ്റസമ്മതം നടത്തിയിരുന്നു. ഇക്കാര്യം ഉൾപ്പെടെ കുറ്റപത്രത്തിൽ പരാമർശിക്കുന്നുണ്ട്. കടിച്ചപ്പോൾ കുഞ്ഞ് കരഞ്ഞില്ലെന്നും ഇതോടെ മരണം ഉറപ്പിക്കുകയായിരുന്നുവെന്നുമായിരുന്നു പ്രതിയുടെ മൊഴി. കടിയേറ്റത്തിന്റെ പാടുകൾ കുഞ്ഞിന്റെ ശരീരത്തിലുണ്ടായിരുന്നു. സാമൂഹ്യ മാധ്യമത്തിലൂടെയാണ് അശ്വതിയും ഷാനിഫും പരിചയപ്പെട്ടത്. പിന്നീട് സൗഹൃദവും വഴിവിട്ട ബന്ധവുമായി. ഇരുവരും നിയമപ്രകാരം വിവാഹിതരല്ല. തന്നെ പരിചയപ്പെടുമ്പോൾ
അശ്വതി 4 മാസം ഗർഭിണിയായിരുന്നുവെന്നും ആ കുഞ്ഞാണിതെന്നുമാണ് ഷാനിഫ് പോലീസിനോട് പറഞ്ഞത്. മറ്റൊരാളുടെ കുഞ്ഞ് തങ്ങളുടെ ജീവിതത്തിൽ ബാധ്യതയാകുമെന്ന് കരുതി കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ഷാനിഫ് ശ്രമം തുടങ്ങിയിരുന്നുവെന്നും പോലീസ് കണ്ടെത്തി. മൃതദേഹം ഏറ്റെടുക്കാൻ അശ്വതിയുടെ ആദ്യ പങ്കാളിയായ കണ്ണൂർ സ്വദേശി തയ്യാറായില്ല. അശ്വതിയുടെ ബന്ധുക്കളടക്കം ആരും ഏറ്റെടുക്കാതിരുന്ന കുഞ്ഞിന്റെ മൃതദേഹം കൊച്ചിൻ കോർപ്പറേഷന്റെയും പോലീസിന്റെയും നേതൃത്വത്തിലാണ് സംസ്കരിച്ചത്. ന്യൂസ് 18 കൊച്ചി. അകാലത്തിൽ ഭർത്താവിനെ നഷ്ടമായ തൃപ്പൂണിത്തുറ സ്വദേശിനിയായ സരോജിനി അമ്മ വളരെ കഷ്ടപ്പെട്ടാണ് പറക്കമുറ്റാത്ത 2 പെൺമക്കളെ വളർത്തി വലുതാക്കിയത്. തൻ്റെ സ്വത്ത് 2 പേർക്കുമായി വീതം വെച്ചു നൽകി. പിന്നീട് അമ്മ അവർക്കൊരു ബാധ്യതയായി. കേരളം കഴിഞ്ഞ രാത്രി ആ അമ്മയുടെ ദുരവസ്ഥ കണ്ടതാണ്. ഒടുവിൽ നാട്ടുകാരുടെ ഇടപെടലിനെ തുടർന്നാണ് സരോജിനി അമ്മയ്ക്ക് വീടിനുള്ളിൽ കയറാൻ കഴിഞ്ഞത്. സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. അതിനിടെ ആരോപണം നിഷേധിച്ച മകൾ ജിജോ രംഗത്തെത്തി. അമ്മയെ വീടിന് പുറത്താക്കിയ മകളുടെ ക്രൂരതയെക്കുറിച്ച് ആദ്യം വാർത്ത പുറത്തുവിട്ടത് ന്യൂസ് 18 ആണ്. കഴിഞ്ഞ രാത്രി ന്യൂസ് 18 വാർത്താ സംഘം തൈക്കുടത്തെ വീട്ടിലെത്തുമ്പോൾ സരോജിനി അമ്മ സ്വന്തം വീടിന്റെ ഉള്ളിൽ കയറാൻ കഴിയാതെ മണിക്കൂറുകളായി പുറത്തിരിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. RDOയുടെ ഉത്തരവുണ്ടായിട്ടും സ്വന്തം വീടിന് മുന്നിൽ ഒരു അഭയാർത്ഥിയെ പോലെ ഇരിക്കേണ്ടി വന്ന ദയനീയ അവസ്ഥ അവിടെ തിങ്ങിക്കൂടിയ നാട്ടുകാരിലും ജനപ്രതിനിധികളിലും വേദനയുണ്ടാക്കി. പക്ഷേ വളർത്തി വലുതാക്കിയ മകൾ കാട്ടിയ ക്രൂരതയെക്കുറിച്ച് പറയുമ്പോൾ പലവട്ടം ആ അമ്മയുടെ കണ്ണു നിറഞ്ഞു. പോലീസ് എത്തി നടപടി സ്വീകരിക്കാൻ തയ്യാറാകാതിരുന്നതോടെ രാത്രി 11:15 നാട്ടുകാരുടെ സഹായത്തോടെ സരോജിനി അമ്മ കതക് പൊളിച്ചകത്തു കയറി. പിന്നീട് പോലീസിന്റെ കാവലിലാണ് ഇവർ വീട്ടിൽ അന്തിയുറങ്ങിയത്. സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോടെ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. അന്വേഷണം നടത്തി 2 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കാൻ മരട് പോലീസിന് നിർദ്ദേശം നൽകി. അതിനിടെ ആരോപണം നിഷേധിച്ച മകൾ ജിജോ രംഗത്തെത്തിയിട്ടുണ്ട്. അമ്മയെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ടില്ലെന്നും അവർ സ്വമേധയാ പോവുകയാണ് ചെയ്തതെന്നുമാണ് വിശദീകരണം. ഞങ്ങളിവിടെ അമ്മേനെ സ്വതന്ത്രമായിട്ട് നല്ല ഭക്ഷണങ്ങൾ കൊടുത്ത് നന്നായിട്ട് ജീവിക്കുന്ന ഒരു അമ്മയാണ്. സകല സുഖങ്ങളും അനുഭവിച്ച് ജീവിക്കുന്ന ഒരു അമ്മയാണ്. സംഭവത്തിന് പിന്നിൽ കുടുംബ പ്രശ്നത്തിനൊപ്പം രാഷ്ട്രീയ വിരോധം കൂടിയുണ്ടെന്നും മകൾ ആരോപിക്കുന്നു. അമ്മയും മകളും തമ്മിലുള്ള പ്രശ്നത്തിൽ CPM നേതാക്കൾ പോലീസിനെയും സമ്മർദ്ദത്തിലാക്കിയെന്നാണ് നാട്ടുകാരുടെ വിമർശനം. എന്തിനാണ്, ആർക്കു വേണ്ടിയാണ് പാർട്ടി ഇടപെടൽ ഉണ്ടായത് എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. ന്യൂസ് 18 കൊച്ചി. വയനാട് പൂക്കോടി വെറ്ററിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥിനെ മരണശേഷവും കൊലയാളികൾ വേട്ടയാടുകയാണ്. അവനെതിരെ സൃഷ്ടിച്ച നുണക്കഥകൾക്ക് പുറമെ പ്രതികളെ സംരക്ഷിക്കാൻ മെനഞ്ഞുണ്ടാക്കിയ പുതിയ തിരക്കഥയും പുറത്തുവരുന്നു. ഹോസ്റ്റലിന്റെ നടുമുറ്റത്ത് സഹപാഠിയെ കൊല്ലാക്കൊല ചെയ്യുന്നത് കണ്ടുനിന്നവർ പറയുന്ന കാര്യങ്ങൾ നട്ടാൽ കുരുക്കാത്ത നുണയാണ്. സിദ്ധാർത്ഥിന്റെ മരണത്തിന് ഉത്തരവാദികളായവരെ മാത്രമല്ല, ഡീനിനെയും അധ്യാപകരെയും കേസിൽ പ്രതി ചേർക്കണം. സിദ്ധാർത്ഥിന്റെ കുടുംബം ഇപ്പോഴും ചങ്കുപൊട്ടുന്ന വേദനയിലാണ് മകൻ അനുഭവിച്ച ക്രൂരതയെക്കുറിച്ച് വിവരിക്കുന്നത്. കേസിൽ ആൾക്കൂട്ട വിചാരണയുടെ ആസൂത്രകൻ ഉൾപ്പെടെ ഒളിവിലായിരുന്ന മുഴുവൻ പ്രതികളും പിടിയിലായിട്ടുണ്ട്. വെറ്ററിനറി കോളേജ് ഹോസ്റ്റൽ, കോളേജിന് സമീപമുള്ള കുന്ന്, ഹോസ്റ്റലിന്റെ നടുമുറ്റം, ഡോർമെറ്ററി തുടങ്ങി 4 സ്ഥലങ്ങളിൽ വെച്ചാണ് സിദ്ധാർത്ഥിനെ ക്രൂരമായി മർദ്ദിച്ചതെന്നാണ് കോളേജിലെ റാഗിംഗ് വിരുദ്ധ സ്ക്വാഡിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയത്. ബെൽറ്റ് കൊണ്ട് പലതവണ അടിച്ചു, ചവിട്ടി താഴെയിട്ടു. ഡോർമെറ്ററിയിലെ കട്ടിലിരുന്നപ്പോൾ അവിടെയും മർദ്ദിച്ചു. സിദ്ധാർത്ഥിന്റെ 2 സുഹൃത്തുക്കളെ വിളിച്ചു വരുത്തി ഭീഷണിപ്പെടുത്തി അവരെ കൊണ്ടും മർദ്ദിച്ചു. മുറിയിലെ വെള്ളം തുടപ്പിക്കുകയും ചെയ്തു. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന ക്രൂരമർദ്ദനമാണ് നടന്നതെന്നാണ് റിപ്പോർട്ടിലുള്ളത്. ആൾക്കൂട്ട വിചാരണയുടെ ആസൂത്രകൻ കൊല്ലം സ്വദേശി സിൻജോ ജോൺസൺ ആയിരുന്നു. ഇയാൾക്ക് പുറമെ പത്തനംതിട്ട അടൂർ സ്വദേശി ജെ അജയ്, കൊല്ലം പരവൂർ സ്വദേശി എ അൽത്താഫ്, കൊല്ലം കിഴക്കുംഭാഗം സ്വദേശി RS കാശിനാഥൻ, മുഹമ്മദ് ഡാനിഷ്, ആദിത്യൻ തുടങ്ങിയവരാണ് ഒടുവിൽ പോലീസിന്റെ പിടിയിലായത്. ഇതോടെ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ 18 പ്രതികളും പിടിയിലായി.
സിദ്ധാർത്ഥനെ ഹോസ്റ്റലിൽ വെച്ച് മർദ്ദിച്ചിട്ടുണ്ടെന്നും എന്നാൽ 3 ദിവസം മർദ്ദിച്ചതായുള്ള കണ്ടെത്തൽ തെറ്റാണെന്നും ഹോസ്റ്റൽ അന്തേവാസികളായ ഒരു വിഭാഗം വിദ്യാർത്ഥികൾ പറയുന്നു. സിദ്ധാർത്ഥിന്റെ മുറിയിൽ കൊണ്ടുപോയി ഭക്ഷണം നൽകിയിരുന്നുവെങ്കിലും കഴിച്ചിരുന്നില്ല. മരണത്തിന്റെ ഞെട്ടൽ കാരണമാണ് ഇതുവരെയും പ്രതികരിക്കാതിരുന്നതെന്നും അവർ പറയുന്നു. ഈ 3 ദിവസത്തെ മർദ്ദനമൊന്നും അവന് നേരിട്ടിട്ടില്ല. മർദ്ദനം നേരിട്ടുണ്ടോ വെച്ചാൽ ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ ഈ 3 ദിവസം പട്ടിണിക്കിട്ടു അല്ലെങ്കിൽ ഇത്ര ക്രൂരമായി മർദ്ദിച്ച് 3 ദിവസം അടുപ്പിച്ച് അതൊന്നും നടന്നിട്ടില്ല. മർദ്ദിച്ചില്ല എന്ന് പറയുന്നില്ല, മർദ്ദിച്ചിട്ടുണ്ട്. പക്ഷേ അവന് ഇവിടുത്തെ ഹോസ്റ്റൽ സെക്രട്ടറി ഞങ്ങൾ ഇവിടുത്തെ മെസ്സിലെ കുക്കും കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവൻ കഴിച്ചിട്ടില്ല. ഒരു തെറ്റ് ചെയ്തതിന്റെ പേരില് അതെന്താണ് നിയമം കയ്യിലെടുക്കാനും അവന്റെ ദേഹത്ത് കൈവെക്കാനും ആർക്കും സ്വാതന്ത്ര്യം നൽകുന്നില്ല. അത് ഞങ്ങൾ ഒരിക്കലും ന്യായീകരിക്കുന്നില്ല. അവര് കുറ്റവാളികൾ തന്നെയാണ്, അവർ ശിക്ഷിക്കപ്പെടണമെന്ന് തന്നെ ഞങ്ങൾ ഇപ്പോഴും പറയുന്നുള്ളൂ. മരണശേഷം സിദ്ധാർത്ഥിനെതിരെ പരാതി നൽകിയത് ഗൂഢാലോചന എന്നാണ് കുടുംബത്തിന്റെ ആരോപണം. സിദ്ധാർത്ഥിനെ SFIക്കാരനായി ചിത്രീകരിച്ച് വീടിന് മുന്നിൽ CPM സ്ഥാപിച്ച ബോർഡ് വിവാദത്തെ തുടർന്ന് എടുത്തു മാറ്റിയിട്ടുണ്ട്. സംഭവത്തിൽ പ്രതിപക്ഷ സംഘടനകളുടെ പ്രതിഷേധം തുടരുകയാണ്. അതിനിടെ അനാവശ്യമായി വിദ്യാർത്ഥികളെ അപമാനിക്കുകയാണെന്ന് ആരോപിച്ച് ക്യാമ്പസിനകത്ത് ഒരു വിഭാഗം പ്രതിഷേധ പ്രകടനം നടത്തി. ന്യൂസ് 18 വയനാട്. കേരള സർവകലാശാല കാര്യവട്ടം ക്യാമ്പസിൽ അസ്ഥികൂടം കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹത ഒഴിയുന്നില്ല. അസ്ഥികൂടത്തിനൊപ്പം കണ്ടെത്തിയ ലൈസൻസിന്റെ ഉടമ തലശ്ശേരി സ്വദേശി അവിനാഷ്. കഴിഞ്ഞ ദിവസം പുലർച്ചെ യേശുദാസിന്റെ മകൾ പുറത്തുള്ള ശുചിമുറിയിൽ പോകുമ്പോൾ അയൽവാസിയായ അർഷാദ് ഉപദ്രവിക്കാൻ ശ്രമിച്ചിരുന്നു. ഇതിനെതിരെ യേശുദാസ് മുക്കം പോലീസിൽ പരാതി നൽകിയതിനു പിന്നാലെയാണ് വീട്ടിലെത്തി ആക്രമണം നടത്തിയത്. ബിയർ കുപ്പി കൊണ്ടും കല്ലുകൊണ്ടും എറിഞ്ഞ് വീടിന്റെ ജനാലച്ചില്ല് തകർക്കുകയും ചുമരിന് കേടുപാടുണ്ടാക്കുകയും ചെയ്തു. ഇരുമ്പു കമ്പി കൊണ്ടുള്ള ആക്രമണത്തിൽ വീട്ടുകാർക്ക് പരിക്കുണ്ട്. ഭിത്തിയിലേക്ക് എറിഞ്ഞു, ജനലിന്റെ ചില്ലെറിഞ്ഞു പൊട്ടിച്ചു. ഇതെല്ലാം ലഹരി തന്നെ. ലഹരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാന്ന് എനിക്കറിയില്ല. അവനല്ലാണ്ടായി പോണ രീതിയിൽ അവനെതിലാ നടക്കണത്. യേശുദാസിന്റെ ഭാര്യയ്ക്കും മകനും മകൾക്കും പരുക്കേറ്റു. ബഹളം കേട്ടെത്തിയ തൊട്ടടുത്ത വീട്ടിലെ ഒരാൾക്കും പരുക്കേറ്റിട്ടുണ്ട്. ആശുപത്രിയിൽ വെച്ചും പ്രതി വധഭീഷണി മുഴക്കി എന്ന് യേശുദാസിന്റെ മകൻ പറഞ്ഞു. പോലീസുകാരൊക്കെ എത്തി സ്റ്റേഷനിലൊക്കെ പോയി കംപ്ലൈന്റ് ആക്കി. ഞങ്ങളെ അഡ്മിറ്റ് ആവാൻ അവിടെ പോയപ്പോൾ പിന്നെ അവിടെ എത്തിയപ്പോൾ അവിടെ നിന്ന് പറയാൻ അറക്കും എൻ്റെ ഞങ്ങൾ 3 ആൾ വീട്ടുകാർ 3 ആൾ ഇരിക്കുന്നുണ്ട്, അറക്കും നിങ്ങൾ കാരണം അവിടെ നിന്ന് ഭീഷണി പെടുത്തിയിട്ടാണ് പിന്നെ പോണേ. പിന്നെ ഒക്കെ സ്റ്റേഷനിലൊക്കെ നിൽക്കുമ്പോഴൊക്കെ ഒരു ദേഷ്യം പിടിച്ചൊക്കെ ഒരു നോട്ടം ഇങ്ങനെയൊക്കെ കയ്യിനോട് കാര്യനോടൊക്കെ എന്തൊക്കെ കാണിക്കണമൊക്കെ ഉണ്ടായിരുന്നു. ഇയാൾ ഇതിനു മുമ്പും ലഹരി ഉപയോഗിച്ച് കോളനിയിൽ അക്രമം നടത്തിയിട്ടുണ്ടെന്ന് അയൽവാസികൾ പറയുന്നു. അടുത്ത വീട്ടിൽ നിന്ന് അയാൾ ഇവിടെ വന്നിട്ട് വീട്ടിലെ ചേച്ചിനെയും മോനും കൂടി അടിച്ച് ഇവിടുന്ന് അങ്ങോട്ട് വലിച്ചു കൊണ്ടുപോയി. ആ ചക്കനെ പിന്നെ നിലത്തിട്ട് ഉരുട്ടി, പിന്നെ ബീറിൻ്റെ കുപ്പി ഇതൊക്കെ എറിഞ്ഞ് പിന്നെ ഒരു ഭീകരാതി സൃഷ്ടിക്കും പോലെ സൃഷ്ടിച്ച് അടുത്ത വീട്ടിലൊരാളെ തലക്ക് മുറിവ് പറ്റി. ഇത് ചോദിച്ചിട്ടേ ഉള്ളൂ ഇവിടെ പ്രശ്നം. ഇവിടുത്തെ മോളെ ചെറിയൊരു വിഷയം ഉണ്ടായിരുന്നു. ആ വിഷയം ചോദിച്ച കാരണം വിഷയമൊക്കെ ഉണ്ടായത്. ഇതിൻ്റെ മുമ്പ് എൻ്റെ മോളെ അതേമാതിരി ചെറിയൊരു വിഷയം ഉണ്ടായിരുന്നു. സ്റ്റേഷനിൽ പോയി വന്നു, ഇതേമാതിരി ഒരു വിഷയമല്ലാതെ ഇറങ്ങി പോകുന്നു. ഇപ്പോഴും ആ രീതിയിലൂടെ നടക്കുകയാണ്. മുക്കം പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയ പ്രതി അർഷാദിനെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 മുക്കം. കാസർഗോഡ് കുമ്പളയിൽ വ്യാപാരിയെ പോലീസ് മർദ്ദിച്ചതായി പരാതി. കണിപുര ഗോപാലകൃഷ്ണ ക്ഷേത്രത്തിലെ വെടിക്കെട്ട് ഉത്സവത്തോടനുബന്ധിച്ച് കലാപരിപാടികൾ നടക്കുന്നതിനിടെ മൈതാനത്ത് മദ്യപാനികൾ അഴിഞ്ഞാടിയിരുന്നു. ഇവരെ പിരിച്ചുവിടാൻ ലാത്തി വീശുന്നതിനിടെ പോലീസ് കടയിൽ കയറി വ്യാപാരിയെ മർദ്ദിച്ചെന്നാണ് പരാതി. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. കുമ്പളം ഈപ്പിഗിരി കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന സാംബ് ഷൂ പോയിന്റ് കട ഉടമ പേരോലിലെ സാഹിദിനെ പോലീസ് സംഘം മർദ്ദിച്ചതായാണ് പരാതി. പരിക്കുകളോടെ സാഹിദിനെ ജില്ലാ സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കഴിഞ്ഞ ദിവസം രാത്രി 3 പോലീസുകാർ കെട്ടിടത്തിന്റെ 2ാം നിലയിൽ പ്രവർത്തിക്കുന്ന കടയിൽ കയറി വടികൊണ്ട് സാഹിദിന്റെ തലക്കടിച്ചുവെന്നാണ് പരാതി. തലയ്ക്ക് 3 തുന്നലിടേണ്ടി വന്നു. കണിപുര ഗോപാലകൃഷ്ണ ക്ഷേത്രത്തിലെ വെടിക്കെട്ട് ഉത്സവത്തോടനുബന്ധിച്ച് കലാപരിപാടികൾ നടക്കുന്നതിനിടെ മൈതാനത്ത് മദ്യപാനികൾ അഴിഞ്ഞാടിയിരുന്നു. ഇവരെ പിരിച്ചുവിടാൻ ലാത്തി വീശിയ പോലീസ് കടയിൽ കയറുകയും സാഹിദിനെ മർദ്ദിക്കുകയായിരുന്നുവെന്നാണ് പരാതി. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്.
അതേസമയം കുമ്പള സ്റ്റേഷനിലെ പോലീസുകാരല്ല മർദ്ദിച്ചതെന്നും ഉത്സവമായതിനാൽ മറ്റു സ്റ്റേഷനുകളിൽ നിന്നുള്ള പോലീസുകാർക്കും ഡ്യൂട്ടി നൽകിയിരുന്നുവെന്നും വ്യാപാരികളുമായി ചർച്ച നടത്തിയതിനു ശേഷം നിയമ നടപടി സ്വീകരിക്കുമെന്നും കുമ്പള പോലീസ് പറഞ്ഞു. ന്യൂസ് 18 കാസർഗോഡ്. BJP നേതാവും സിനിമാ താരവുമായ സുരേഷ് ഗോപിയെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന സംഭവമാണ് മാധ്യമപ്രവർത്തകയോട് അപമര്യാദയായി പെരുമാറിയെന്ന കേസ്. സംഭവം നടന്ന് 4 മാസം പൂർത്തിയാകും മുൻപ് പോലീസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. സുരേഷ് ഗോപി ബോധപൂർവം ലൈംഗിക അതിക്രമം നടത്തിയെന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. തൃശൂരിൽ അദ്ദേഹം മത്സരരംഗത്തിറങ്ങുന്ന പശ്ചാത്തലത്തിൽ കേസ് ഏതെങ്കിലും തരത്തിൽ തിരിച്ചടി ഉണ്ടാക്കുമോ? കാത്തിരുന്ന് കാണാം. കോഴിക്കോട് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. IPC 354, പോലീസ് ആക്ടിലെ 119A എന്നീ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ഒക്ടോബർ 27-ന് കോഴിക്കോട്ടെ സ്വകാര്യ ഹോട്ടലിൽ വെച്ചായിരുന്നു കേസിനാസ്പദമായ സംഭവം. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തുടർ ചോദ്യങ്ങൾ ചോദിക്കുന്നതിനിടെ സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകയുടെ തോളിൽ കൈവയ്ക്കുകയായിരുന്നു. ഒഴിഞ്ഞുമാറിയെങ്കിലും വീണ്ടും തോളിൽ കൈവയ്ക്കുന്നത് ആവർത്തിച്ചപ്പോൾ സുരേഷ് ഗോപിയുടെ കൈ മാധ്യമപ്രവർത്തക എടുത്തുമാറ്റുകയും ചെയ്തിരുന്നു. വാത്സല്യപൂർവ്വമായിരുന്നു തന്റെ പെരുമാറ്റമെന്നായിരുന്നു സുരേഷ് ഗോപിയുടെ വിശദീകരണം. മാധ്യമപ്രവർത്തകയ്ക്ക് എന്തെങ്കിലും തരത്തിലുള്ള വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നതായും അദ്ദേഹം പറഞ്ഞിരുന്നു. എന്നാൽ ഇത് തള്ളിക്കൊണ്ട് മാധ്യമപ്രവർത്തക പരാതിയുമായി മുന്നോട്ടുപോയി. കേസിൽ പരാതിക്കാരിയുടെ രഹസ്യമൊഴി മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തിയിരുന്നു. സംഭവം നടന്ന ഹോട്ടലിലെ ജീവനക്കാർ അന്നൊപ്പമുണ്ടായിരുന്ന മാധ്യമപ്രവർത്തകർ എന്നിവരിൽ നിന്നും പോലീസ് മൊഴിയെടുത്തു. തുടർന്ന് സുരേഷ് ഗോപിയെ ചോദ്യം ചെയ്ത് പോലീസ് വിട്ടയച്ചു. കേസിൽ സുരേഷ് ഗോപി മുൻകൂർ ജാമ്യവും എടുത്തിരുന്നു. ന്യൂസ് 18 കോഴിക്കോട്. വ്യാജ ലഹരി കേസിൽ നിരപരാധിയെന്ന് തെളിഞ്ഞിട്ടും ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണി നിയമ പോരാട്ടം തുടരുകയാണ്. അവരെ കള്ളക്കേസിൽ കുടുക്കിയവരെയും ഗൂഢാലോചനയ്ക്ക് പിന്നിലുള്ളവരെയും തുറന്നു കാട്ടണം. ഇതുമാത്രം പോരാ, അവർ അനുഭവിച്ച വേദനയ്ക്കും അപമാനത്തിനും എക്സൈസ് നഷ്ടപരിഹാരം കൊടുത്തേ മതിയാകും. അതിനായി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഷീല സണ്ണി. ഷീലയുടെ ഹർജിയിൽ ഹൈക്കോടതി സംസ്ഥാന സർക്കാരിനോടും എക്സൈസ് കമ്മീഷണറോടും മറുപടി പറയണമെന്നും ആവശ്യപ്പെട്ടു. 72 ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്നത് അതീവ ഗുരുതരമെന്നാണ് ഹൈക്കോടതി തുറന്നടിച്ചത്. വ്യാജലഹരി കേസിൽ ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണി 72 ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്നത് ഗുരുതരമെന്ന് ഹൈക്കോടതി. വിഷയത്തിൽ സർക്കാർ മറുപടി പറയണമെന്ന് ഹൈക്കോടതി ആവശ്യപ്പെട്ടു. സർക്കാരും എക്സൈസ് കമ്മീഷണറും സമഗ്രമായ മറുപടി നൽകണം. കേസിൽ ആരോപണ വിധേയരായ ഇരിങ്ങാലക്കുട എക്സൈസ് ഉദ്യോഗസ്ഥർക്കും കോടതി നോട്ടീസ് അയച്ചു. നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുള്ള ഷീല സണ്ണിയുടെ ഹർജിയിലാണ് കോടതി നിർദ്ദേശം. 10 ലക്ഷം രൂപയുടെ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടാണ് ഷീല സണ്ണിയുടെ ഹർജി. കഴിഞ്ഞ വർഷം ഫെബ്രുവരി 27-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. രഹസ്യ സന്ദേശത്തെ തുടർന്ന് ഷീല സണ്ണിയുടെ സ്കൂട്ടറിൽ നിന്നും ബാഗിൽ നിന്നും LSD സ്റ്റാമ്പുമായി അവരെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്യുകയായിരുന്നു. പിന്നീട് കെമിക്കൽ ലാബിൽ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയത് ലഹരി വസ്തുവല്ലെന്ന് തെളിഞ്ഞിരുന്നു. കേസുമായി ബന്ധപ്പെട്ട് 72 ദിവസമാണ് ഷീല സണ്ണി ജയിലിൽ കിടന്നത്. ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിൽ തൃപ്പൂണിത്തുറ സ്വദേശി നാരായണദാസ് എന്നയാളാണ് വ്യാജ കേസിന് പിന്നിലെന്ന് കണ്ടെത്തി. ഷീലയുടെ മരുമകളുടെ സഹോദരിയുടെ സുഹൃത്താണ് നാരായണദാസ്. ഇയാളെ എക്സൈസ് പ്രതി ചേർത്തെങ്കിലും കള്ളക്കേസിൽ കുടുക്കിയതിന്റെ കാരണം പുറത്തു വന്നിട്ടില്ല. കേസ് വീണ്ടും ഈ മാസം 7-ന് പരിഗണിക്കും. ന്യൂസ് 18 കൊച്ചി. കൊല്ലം കൊട്ടാരക്കരയിൽ ഒരു ബൈക്ക് യാത്രക്കാരന് നേരെ റോഡിൽ വെച്ചുണ്ടായ ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ ഭയപ്പെടുത്തുന്നതാണ്. മുന്നിൽ പോയ ഇരുചക്ര വാഹനത്തെ പിന്നാലെ ബൈക്കിലെത്തിയാൽ ചവിട്ടി മറിക്കുന്നതിന്റെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്ത മോട്ടോർ വാഹന വകുപ്പ് വാഹനമോടിച്ചയാളെ കണ്ടെത്തി. കടക്കൽ സ്വദേശി ശ്രീകാന്തിന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാൻ നടപടിയും സ്വീകരിച്ചു.
ചടയമംഗലം മോട്ടോർ വാഹന വകുപ്പിന് ലഭിച്ച ഒരു പരാതിക്ക് ആധാരമായ വീഡിയോ ദൃശ്യമാണിത്. മുന്നിൽ പോയ ഇരുചക്ര വാഹനം പിന്നാലെ ബൈക്കിലെത്തിയ ആൾ ചവിട്ടിമറിക്കുന്നതാണ് ദൃശ്യത്തിലുള്ളത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തിയ ചടയമംഗലം മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ കടക്കൽ സ്വദേശി ഹരീഷിന്റെ ഉടമസ്ഥയിലുള്ള ഇരുചക്ര വാഹനമാണെന്ന് കണ്ടെത്തി. കടക്കൽ പോലീസിന്റെ സഹായത്തോടെ ഹരീഷിനെയും ഇരുചക്ര വാഹനവും കസ്റ്റഡിയിലെടുത്തു. എന്നാൽ താൻ വിദേശത്തായിരുന്നുവെന്നും സംഭവം നടക്കുമ്പോൾ തന്റെ സഹോദരൻ ശ്രീകാന്താണ് വാഹനം ഓടിച്ചിരുന്നതെന്നും ഹരീഷ് പറയുന്നു. തുടർന്ന് വാഹനം ഓടിച്ച് ശ്രീകാന്തിനെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി. ഇയാളുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാൻ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. കേസ് കോടതിക്ക് കൈമാറുകയും ചെയ്തു. ശ്രീകാന്ത് നിരവധി ക്രിമിനൽ കേസിൽ പ്രതിയെന്നാണ് ചടയമംഗലം പോലീസ് പറയുന്നത്. ന്യൂസ് 18 കൊട്ടാരക്കര. തൃശൂരിൽ നാട്ടുകാരുടെ ഉറക്കം കെടുത്തിരുന്ന കള്ളനാണ് സുനാമി ജെയ്സൺ. നേരത്തെ ഒട്ടേറെ കവർച്ചാ കേസുകളിൽ പ്രതിയായിരുന്ന ഇയാൾ പലതവണ ജയിലിൽ കിടന്നിട്ടുണ്ട്. വീണ്ടും മോഷണം തുടർക്കഥയായതോടെയാണ് ജെയ്സൺ പുറത്തിറങ്ങിയ കാര്യം നാട്ടുകാരെല്ലാം അറിയുന്നത്. പോലീസിനെ വെട്ടിച്ചു നടന്ന ജെയ്സണെ ഒടുവിൽ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ കീഴിലുള്ള ഷാഡോ പോലീസും കുന്നംകുളം പോലീസും ചേർന്ന് പിടികൂടി. തൃശൂർ ജില്ലയിൽ കഴിഞ്ഞ കാലയളവിൽ നടന്ന മോഷണങ്ങളെക്കുറിച്ചുള്ള അന്വേഷണത്തിന്റെ ഭാഗമായി അടുത്ത കാലത്ത് ജയിലിൽ നിന്നിറങ്ങിയവരുടെ വിവരങ്ങളും പരിശോധിച്ചിരുന്നു. ജയിലിൽ നിന്നിറങ്ങിയ ചാലക്കുടി പരിയാരം സ്വദേശി സുനാമി ജെയ്സൺ എന്ന ജെയ്സൺ കുന്നംകുളം ഭാഗങ്ങളിൽ ചുറ്റിക്കറങ്ങാറുണ്ടെന്ന് അന്വേഷണത്തിൽ മനസ്സിലായി. തുടർന്ന് ജെയ്സനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതോടെയാണ് പല മോഷണ കേസുകളുടെയും ചുരുളഴിഞ്ഞത്. കുന്നംകുളം അഗതിയൂർ സ്വദേശി ഇന്ദിരയുടെ വീടിന്റെ വാതിൽ പൊളിച്ച് സ്വർണ്ണാഭരണങ്ങൾ കവർന്നതും ഒറ്റപ്പാലം ചിനക്കത്തൂർ ഉത്സവ ദിവസം ചുനങ്ങാട് ദേശത്തുള്ള സുധീറിന്റെ വീട്ടിൽ നിന്ന് 5 പവൻ സ്വർണം മോഷ്ടിച്ചതും ജെയ്സണാണെന്ന് പോലീസ് പറഞ്ഞു. കോഴിക്കോട് നടക്കാവിൽ നിന്നും മോട്ടോർ സൈക്കിൾ മോഷ്ടിച്ചതും ഇയാളാണെന്ന് കണ്ടെത്തി. അന്വേഷണ സംഘത്തിൽ കുന്നംകുളം സർക്കിൾ ഇൻസ്പെക്ടർ ഷാജഹാൻ, സബ് ഇൻസ്പെക്ടർ ബെന്നി, CPOമാരായ രഞ്ജിത്ത്, രവി, റജിൻ ദാസ്, ഷാഡോ പോലീസ് സബ് ഇൻസ്പെക്ടർമാരായ സുബ്രതകുമാർ, റാഫി, സീനിയർ CPO പഴനിസ്വാമി എന്നിവർ ഉണ്ടായിരുന്നു. ന്യൂസ് 18 തൃശൂർ. പോലീസ് പെട്രോളിന് പോകുന്നത് കാസർഗോട്ടേക്കാണ്. കാസർഗോഡ് വീണ്ടും വൻ കുഴൽപ്പണവേട്ട. നഗരത്തിലെത്തിയ യുവാവിൽ നിന്ന് 15 ലക്ഷത്തിലധികം രൂപ പിടികൂടി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ വൻതോതിൽ കുഴൽപ്പണം വിതരണത്തിന് സാധ്യതയുണ്ടെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് കുഴൽപ്പണം പിടിച്ചെടുത്തത്. വരും ദിവസങ്ങളിൽ പരിശോധന കൂടുതൽ ശക്തമാക്കാനാണ് പോലീസിന്റെ തീരുമാനം. അങ്കടിമുഖർ സ്വദേശി അലങ്കാർ ഹൌസിലെ അബൂബക്കർ ഹുസൈനിൽ നിന്നാണ് കുഴൽപ്പണം പിടികൂടിയത്. സംശയകരമായ സാഹചര്യത്തിൽ കാസർഗോഡ് ഗീതാ ജംഗ്ഷനിൽ കാണപ്പെട്ട ഇയാളെ ടൗൺ പോലീസ് ദേഹപരിശോധന നടത്തിയപ്പോഴാണ് പണം കണ്ടെത്തിയത്. 500 രൂപയുടെ 100 എണ്ണം വീതമുള്ള 30 ഇന്ത്യൻ കറൻസി നോട്ടുകെട്ടുകളും 500 രൂപയുടെ 30 എണ്ണമുള്ള ഒരു ഇന്ത്യൻ കറൻസി നോട്ടുകെട്ടുമാണ് പിടികൂടിയത്. തുടർ നടപടികളുടെ ഭാഗമായി പണം കോടതിയിൽ ഹാജരാക്കുമെന്ന് പോലീസ് അറിയിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ വൻതോതിൽ കുഴൽപ്പണ വിതരണത്തിൽ സാധ്യതയുണ്ടെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് കുഴൽപ്പണം പിടികൂടിയത്. കാസർഗോഡ് ജില്ലയിലെ ഇലക്ഷന്റെ ഭാഗമായി പോലീസ് നടപടി ശക്തമാക്കിയതിനെ തുടർന്ന് ഇന്നലെ കാസർഗോഡ് സ്റ്റേഷൻ പരിധിയിൽ കാസർഗോഡ് ടൗണിൽ നിന്ന് അബൂബക്കർ ഉനൈസ് എന്നയാളുടെ കയ്യിൽ നിന്ന് 15 ലക്ഷം രൂപയുടെ കുഴൽപ്പണം പിടികൂടിയിട്ടുണ്ട്. കഴിഞ്ഞ മാസം 23-ന് കാസർഗോഡ് വെച്ച് രേഖകളില്ലാത്ത 7.5 ലക്ഷം രൂപയുടെ കുഴൽപ്പണവും 7.5 ലക്ഷം രൂപ മൂല്യം വരുന്ന അമേരിക്കൻ ഡോളർ, UAE ദിർഹം, സൗദി റിയാൽ, മലേഷ്യൻ റിംഗറ്റ് എന്നിവ പിടികൂടിയിരുന്നു. കാസർഗോഡ് ചൌക്കിയിലെ മുഹമ്മദ്, മലപ്പുറം തിരൂരങ്ങാടിയിലെ സൈനുദ്ദീൻ എന്നിവരിൽ നിന്നും റെയിൽവേ സ്റ്റേഷൻ റോഡിൽ വെച്ചാണ് പണം പിടികൂടിയത്. തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി പണക്കടത്ത്, ലഹരിക്കടത്ത് ഉൾപ്പെടെയുള്ളവ നടക്കാനിടയുള്ള സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ പോലീസ് പരിശോധന കൂടുതൽ ശക്തമാക്കും. ന്യൂസ് 18 കാസർഗോഡ്. കൊല്ലം അഞ്ചലിൽ ബെവറേജസിന് സമീപം കത്തിക്കുത്തിൽ സെക്യൂരിറ്റി ജീവനക്കാരൻ മരിച്ച വാർത്ത
ഏതാനും ദിവസം മുൻപ് പോലീസ് പെട്രോൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ആ സംഭവത്തിൽ ഗുരുതരമായി പരിക്കേറ്റിരുന്ന വിഷ്ണു എന്ന യുവാവും മരിച്ചു. സെക്യൂരിറ്റി ജീവനക്കാരൻ ഭാസിയുടെ മകൻ മനോജിന്റെ സുഹൃത്താണ് വിഷ്ണു. മനോജും കുത്തേറ്റ് ചികിത്സയിലാണ്. പ്രതി ജയചന്ദ്ര പണിക്കരെ സംഭവ ദിവസം തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഭാസിയോട് ജയചന്ദ്ര പണിക്കരുള്ള മുൻ വൈരാഗ്യമാണ് ആക്രമണത്തിലും കൊലപാതകത്തിലും കലാശിച്ചത്. ഓർക്കുക, പറഞ്ഞു തീർക്കാവുന്ന വിഷയങ്ങൾ ഉള്ളിലിട്ട് നീട്ടി പകയായി വളർത്തുന്നത് എത്ര കുടുംബങ്ങളെയാണ് അനാഥമാക്കുന്നത്. ഇതോടെ ഇന്നത്തെ പോലീസ് പെട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.